तो कैसे आप लोग ഇതാണ് നമ്മുടെ പുതിയ മറ്റേ ഗെയിമിംഗ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നൊരു പണിയുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ സ്വന്തം KTM എടുത്തിട്ട് ഒരു പണിയുണ്ട്. നമ്മുടെ ഫുർഫുറി നഗറില്ലേ അവിടേക്ക് നമുക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണം. അവിടേക്ക് ഇപ്പോൾ എന്താണ് ഇവിടെ ഇപ്പോൾ ആരൊന്നും ഇല്ല. അപ്പോൾ അവിടെ എന്താണ് ഇപ്പോൾ ഒരു ട്രക്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ കൊണ്ടുവരും. അപ്പോൾ അവിടെ എന്താണ് ആർക്കും ഭക്ഷണമൊന്നും കൊടുത്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ആ ട്രക്കിൽ നമുക്ക് ഭക്ഷണം കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ ഇത്. അപ്പോൾ നമുക്ക് ആ ജോലി ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് അവിടെ എത്താട്ടോ. അങ്ങനെ അവിടെ എത്തിയിട്ടാ. ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെയാണ് നമ്മുടെ ഫുഡ് കമ്പനിയൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഫുഡ് കമ്പനിയിൽ ചെന്നിട്ട് നമ്മൾ ഈ കാണുന്ന ട്രക്ക് എടുത്ത് നമ്മുടെ ഫുർഫുറി നഗറിലേക്ക് പോകണം. ഇതാണ് നമ്മുടെ ട്രക്ക്. എന്താ അടിപൊളി ട്രക്കാണ്. ഇതൊക്കെ അടിപൊളി ട്രക്കാണ്. ഈ ട്രക്ക് ഒരു പച്ച കളറാണ് വന്നേക്കുന്നത്. എന്താണെന്ന് അറിയില്ല. എനിക്കൊന്ന് ഫുർഫുറി നഗറിലേക്ക് പോകണോണ്ടാണ്. വേറെ രാജ്യത്തൊക്കെ പോയപ്പോൾ റെഡ് ഇങ്ങനെ ബ്ലൂ യെല്ലോ ഒക്കെ ആയിരുന്നു. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. നമുക്കെന്നാൽ നേരെ ഫുർഫുറി നഗറിലേക്ക് ഓടാം. ഈ വണ്ടിക്ക് സ്പീഡ് കുറവാണ്. ഇല്ലല്ലേ, നല്ല സ്പീഡുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വേഗം ചെയ്യാം. അപ്പോൾ ഇതായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഷോർട്സ് ഇട്ടിട്ട് എനിക്ക് ഒരു 5 സബ്സ്ക്രൈബറാവും. സബ്സ്ക്രൈബ് ചെയ്യുന്നു. അടിച്ച് പൊട്ടിക്കുക. അതൊക്കെ വേറെ വെറുതെ ഇരിക്കണേ. പിന്നെ അടുത്ത ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്ന് നമുക്ക് കമൻറ്റ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് നേരെ അവിടെ എത്താം. ഇപ്പം നമ്മൾ വീഡിയോയുടെ അവസാനത്തിലൊരു വീടൊക്കെ എടുക്കാൻ പോണ വീടൊക്കെ കാണിച്ചു തരും. അപ്പോൾ എൻ്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് ഫ്രാങ്ക്ലിൻ രമേശൻ എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ എയർപോർട്ടൊക്കെ കണ്ട അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വളക്കണം. അത് വെറുതെ ഒന്നും കിട്ടൂല. ഫുർഫുറി നഗർ അതിന് ഒരേ ഇതൊക്കെ ഉണ്ട്. ഒരേ ആഡ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ പോയിട്ട് ഒരു ലിങ്ക് ഉണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ. അതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പേജ് വരും. അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫുർഫുറി നഗറിലേക്ക് പോണ പാലമാണ് ആ കാണുന്നത്. ഈ പാലം കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഫുർഫുറി നഗറിലേക്ക് നമുക്ക് എത്താം. അപ്പം ഈ പാലം അയ്യോ ഈ വണ്ടിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ മറിയാൻ സാധ്യതയുണ്ട്. ചാടിയാലൊക്കെ നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലാം. അങ്ങോട്ട് ബ്രേക്ക് ഇട്ട് കൊടുക്കും. നേരെ അങ്ങോട്ട് ചെല്ലാം. ഈ ഇതാക്കാണ് നമ്മുടെ ഫുർഫുറി നഗർ. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഒരു വെള്ളത്തിൻ്റെ മണ്ടയിലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേ. അതെന്താണെന്നൊന്നും അറിയില്ല. മോട്ടുപത്രങ്ങളൊക്കെ പിന്നെ വരും. ഇപ്പം ഇതിൻ്റെ അകത്ത് ആരും ഇല്ല. അപ്പോൾ നമുക്ക് മോട്ടുപത്രങ്ങളുടെ വീടൊക്കെ കാണിച്ചു തരാട്ടോ. അപ്പോൾ നമ്മുടെ ഫുർഫുറി നഗർ ഇതാണ്. അടിപൊളി സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നിൽക്ക് നമ്മുടെ ഗേറ്റൊക്കെ കാണിക്കണ്ടേ. ആ സീമോനെ വെറുതെ സീമോനെ അടിപൊളിയല്ലേ. ഇതാണ് നമ്മുടെ ഇത് ഫുർഫുറി നഗറിലേക്കുള്ള ഗേറ്റ്. അപ്പം ഇതിലേക്ക് ഇങ്ങനെ കയറി പോവുക. ഇതിനകത്ത് ഇങ്ങടെ പോകുന്നത് ഇങ്ങാടാണെന്ന് തോന്നുന്നു. ഇങ്ങടെ വളഞ്ഞു നോക്കാം. ഇങ്ങടെ കണ്ടു പോകണം. ഇങ്ങടെ വളഞ്ഞു നോക്കാം. അതുപോലെ അപ്പം നമ്മൾ മറ്റേ ഈ ഫുഡൊക്കെ കൊടുത്ത് വന്നിട്ടാ. ഇതാണ് നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് നേരം കൂടെ കറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇനി ഞങ്ങൾക്ക് മോട്ടുപത്തുവിൻ്റെ വീട് കാണിച്ചാൽ അതെ കുറച്ച് അതാ കണ്ണാണ് മോട്ടുപത്തുവിൻ്റെ വീട് ദീക്കുന്നത്. നമ്മൾ അങ്ങനെ ഇറങ്ങണേണ്ട. ഓക്കെ, ഇതാണ് മോട്ടുപത്തുവിൻ്റെ വീട്. ഓ ഒരു രക്ഷയില്ലല്ലേ വീട്. മോനെ മറ്റേ സീൻ. ഓക്കെ അടിപൊളിയല്ലേ. ജനാലയുടെ ചില്ലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇത് ബ്ലൂ കളർ ചില്ലാണ്. ഇതിൻ്റെ മേലൊക്കെ കയറാൻ പറ്റുമോ? അത് കയറാൻ പറ്റുന്നുണ്ടല്ലോ. നമുക്കിനി വീട്ടിൽ പോകണം. ടൈം കളയാൻ പറ്റില്ലല്ലോ. ഒരു പെട്ടെന്ന് കൊടുക്കണം. നമ്മുടെ ലോറി അല്ലേ, അതുകൊണ്ടാണ്. വേവേ നമുക്കൊന്ന് കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും. നമുക്കൊന്ന് ചായ കുടിച്ചിട്ട് പോകാം. ഇവിടെയൊക്കെ പിന്നെ ചായയൊക്കെ ഫ്രീ ആയിരിക്കും. എന്ത് പൈസയൊന്നും കൊടുക്കണമല്ലോ ചായക്കടക്കാർക്ക്. അയ്യോ ഇത് പറ്റി ഇവൻ്റെ ഒരു കാര്യം. ബാംഗ്ലൂർ രമേശ ചാടി ഇന്നും കൂടി പോയിട്ടുണ്ട്.
ഇൻഫിനിറ്റി ലൈറ്റ് ഇൻഫിനിറ്റി അടിച്ച് വെക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, സമൂസയൊക്കെ തിന്നാൻ. അതിന് മുമ്പ് ഒരു സമൂസ ഇവിടെയൊക്കെ വെറുതെ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് സമൂസ തിന്നാം. സമൂസയൊക്കെ തിന്നിട്ടുണ്ട് അമ്മ. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മ ഇങ്ങനെ പോകണേണ് ട്രക്ക് എടുത്തിട്ട്. ഇനി നമുക്ക് ആരുടെ വീട്ടിൽ പോകാം? പിന്നെ നമുക്ക് ഇനി ഡോണിൻ്റെ വീട്ടിൽ പോകാം. അതിന് മുമ്പ് കുറച്ച് പെട്രോൾ അടിക്കാം. പെട്രോൾ ഇല്ലാന്ന്, പെട്രോൾ ഒന്ന് അടിച്ചേക്കാം. പെട്രോൾ ഇല്ലെങ്കിൽ പണിയല്ലേ. പെട്രോൾ ഉണ്ട്, എന്നാലും എന്താണ് ഫുൾ ടാങ്ക് അടിച്ചേക്കാം. ഒരു കുഴപ്പമില്ല. എന്താണ് ഇവിടെ ആരും ഇല്ലല്ല, പെട്രോളൊക്കെ ഫ്രീ ആണ്. ഇനി ആൾക്കാർ വരുമ്പോൾ ഉള്ള കാര്യമില്ല, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് പിന്നെ ട്രക്ക് എടുത്ത് വേഗം പോവാം, പെട്രോളൊക്കെ അടിച്ച് കഴിഞ്ഞു. ഓ, ഇവിടെ ഒരു ഡാം ഉണ്ടല്ലോ. ഇതുവരെ ഞാൻ ഫുർഫുറി നഗറിൽ ഇങ്ങനത്തെ ഒരു ഡാം കണ്ടിട്ടില്ല. ആൾക്കാരില്ല. ഇതാണ് നമ്മുടെ ജോൺ ദ ഡോണിൻ്റെ വീടുള്ള സ്ഥലം. ഓ, ജോൺ ദ ഡോൺ. പക്ഷെ ഇതിൻ്റെ അകത്ത് ആൾക്കാരൊന്നും പറഞ്ഞില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അടുത്ത ഒരു അപ്ഡേറ്റിലായിരിക്കും ആൾക്കാരൊക്കെ ഉണ്ടാവുന്നത്, മോട്ടു പത്തുള്ളവരൊക്കെ. പിന്നെ ഇത് പകുതി മുക്കാലും അത്ര കോപ്പിയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അത് നമ്മ വന്ന കാര്യം ചെയ്തിട്ടുണ്ടല്ലോ. ആൾക്കാർ വരുമ്പോൾ എന്താണ് നമുക്ക് അവർക്കുള്ള ഭക്ഷണം ഉണ്ടല്ലോ. ഇല്ല, നമുക്ക് ഈ വഴി ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ വണ്ടിക്ക് സ്പീഡില്ല. ഇങ്ങനെ വളക്കുമ്പോഴേ സ്പീഡ് കുറയും. പിന്നെ ഇതാണ് മൊത്തത്തിലൊരു സെറ്റപ്പ്. ഈ ഫുർഫുറി നഗറിലുള്ളത് ചിങ്കം സാറിൻ്റെയും എന്താണ് ഡോക്ടർ ജക്കേൻ്റെ ഒക്കെ വീടൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. എന്താണ് ഇന്ന് നമുക്ക് മോട്ടുപത്രത്തിൻ്റെ വീട് മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ടാണ് മോട്ടുപത്രത്തിനെ മാത്രം നോക്കിയത്. പിന്നെ എന്താണ് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് എന്താണ് പുതിയ എന്താണ് ആൾക്കാരുടെ വീടൊക്കെ നമുക്ക് നോക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സർ റെഡിൻ്റെ വീടൊക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കയറാൻ പറ്റുമെങ്കിൽ ഒന്ന് ഉറപ്പായിട്ട് കയറിയിരിക്കുക അടുത്ത വീഡിയോയിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഏത് ഗെയിമാണ് വേണ്ടതെന്ന്. എൻ്റെ നിങ്ങൾ ഏത് ഗെയിം പറഞ്ഞോ, കിട്ടാനാണെങ്കിൽ പിന്നെ ഞാൻ കയറ്റി നോക്കാം. അപ്പം നമുക്ക് ഇനിയില്ലേ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ പോവാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയൻ്റെ വീട്ടിൽ പോവാം. അവനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അവൻ എൻ്റെ ഒരു RX സെൻറ്റർ അല്ല, എന്താണ് എൻ്റെ ഒരു BMW എടുത്തിട്ടാണ് എന്താണ് ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇന്നലെ പോയി കഴിഞ്ഞതൊക്കെ പറഞ്ഞ് നാളെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തായിരുന്നു ചോദിക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അവൻ്റെ വീട്ടിൽ പോകും നല്ലത്. എന്നെ കൊണ്ട് വയ്യടേ അതിലൊന്ന് ചുറ്റി വരാൻ. എന്നെ കൊണ്ട് വയ്യ. അതിൽ ഒരു റോഡൊക്കെ പോകണം. എന്നെ കൊണ്ടൊന്നും വയ്യ. അത് അയ്യോ ഇടിക്കാതിരിക്കാൻ വേണ്ടി അവിടെ കട്ടക്ക് ബ്രേക്ക് ഇട്ടത്. എന്നിട്ട് ഇടിച്ച് പറയാനാണ്. വാ, ഇതേ ഫാമിലിൻ്റെ വീട് എത്തിയിട്ടുണ്ട്. ഇതാണ് ഫാമിലിൻ്റെ വീട്. ഇത് അങ്ങോട്ട് നൈസായിട്ട് വണ്ടി വർക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ വണ്ടി പറയുന്നത് ഫ്രാങ്ക്ലിനെ ഇവിടെ ആരും ഇല്ലേ? ഫ്രാങ്ക്ലിൻ, ഹലോ ഫ്രാങ്ക്ലിനെ, എൻ്റെ BMW എവിടെ? ഫ്രാങ്ക്ലിൻ, ഹലോ ഫ്രാങ്ക്ലിൻ. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇത്ര വിളിച്ചിട്ട് അവൻ കേൾക്കാതെ അവൻ പൊട്ടണമെന്നല്ല, അവനിവിടെ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് നേരെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചോക്കാം ഫ്രാങ്ക്ലിൻ എവിടെ പോയി. ഫ്രാങ്ക്ലിൻ നേരെ വണ്ടി കയറിയിട്ട് ഫ്രാങ്ക്ലിനോട് ചോദിക്കാം. വേഗം ചോദിക്കാം ഈ വണ്ടി എവിടെ കൊടുക്കണം, ഈ പണി കിട്ടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ കൊടുത്തിട്ട് കൊടുക്കാം. ആരും കാണാനില്ലല്ല. എവിടെ പോയ ആൾക്കാരൊക്കെ? അതെ, അവിടെ ഒരു ചേച്ചിയാണ്. ചേച്ചിയോട് ചോദിക്കണ്ട, അവന് ചേട്ടനോട് ചോദിക്കാം. വണ്ടിന് അതിനു മുമ്പ് ഇൻഫിനിറ്റി ഹെൽത്ത് എടുക്കട്ടെ, അല്ലെങ്കിൽ അവന്മാർ നമ്മൾ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് പോയിട്ടുണ്ടെങ്കിൽ പണിയാണ്. ഹലോ ചേട്ടാ ചെവി കേട്ടൂടെ? ഹലോ ചേട്ടാ
ഫ്രാങ്ക്ലിൻ അവിടെ പോയി. ഹലോ ചേട്ടാ, ഹലോ ചേട്ടാ, ഫ്രാങ്ക്ലിൻ അവിടെ പോയി. എടാ ഫ്രാങ്ക്ലിൻ എന്താണ്, ഫ്രാങ്ക്ലിൻ ഒരു സ്ഥലം പുറകെ പോയി എൻ്റെ ബിയുണ്ടോ പുള്ളിയായിട്ട്. ആണോ? അപ്പോൾ ആണോ ചേട്ടാ? ആ അതും പറഞ്ഞ് നിങ്ങളതിനെ ഇടിക്കണം. ഇതെന്താ പുതിയ കിക്ക് ബോക്സിംഗ് ആണ്, എങ്ങനെയുണ്ടോ? കൊള്ളാം, പക്ഷെ എൻ്റെ കൈവേദന കൊണ്ട് ഒന്ന് പോയേ, ഞാൻ നിന്ന് എടുത്തോണ്ടിരിക്കും. ഓടി വിടുന്നു, നിനക്കിട്ട് ഞാൻ അടിക്കൂട്ടാ, മിണ്ടാണ്ടിരിക്കും. എടാ പോടാണെന്ന് കണ്ട. ഓക്കെ, നമ്മ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേണ്. നിങ്ങൾക്ക് വണ്ടിയിൽ കയറാം. അല്ല പിന്നെ അവൻ്റെ ഒരു കാര്യം, ഞാൻ എന്ത് ചെയ്യാൻ എന്നെ പിടിച്ച് വെറുതെ പിടിച്ചോണ്ട് ഇരിക്കണം അവൻ്റെ കിക്ക് ബോക്സിങ്. വാ ഓക്കെ, നമുക്ക് എൻ്റെ പുതിയ വീട് നമുക്ക് കാണിച്ചു തരാം. എൻ്റെ പുതിയ വീടാണ്, അത് നമുക്ക് കാണിച്ചു തരാം. പുതിയ വീടെന്ന് വെച്ചാൽ എടുത്തിട്ടില്ല, എടുക്കും. ഈ വർഷം തന്നെ നമ്മൾ എടുക്കും കേട്ടോ. ഇതാണ് എവിടെ എൻ്റെ വീട്. ആ കണ്ണാണ് എൻ്റെ വീട്, പുതിയതായിട്ട് വന്നത്. വേഗം ചെല്ലാതെ പണി കിട്ടും. വണ്ടി കൊണ്ട് കൊടുത്തില്ല ഒരു നമുക്ക് ടൈം തന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ബാക്കിയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. 10 മിനിറ്റ് അല്ല, ഒരു 20 മിനിറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വീട്. ഓട്ടോമാറ്റിക് ഡോറൊക്കെയാണ്. ആടാ സെറ്റ് വീടല്ലേ. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു വട്ടം കയറിയിട്ടുള്ളൂ, പിന്നെ കയറിയിട്ടില്ല. അവിടെ എന്തോ പുതിയ സെറ്റപ്പൊക്കെ വന്നു. ഒരു ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുറച്ചൊക്കെ ബിൽഡ് ചെയ്യാൻ ഇനിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഓട്ടോമാറ്റിക് ഡോർ എന്ന് തുറന്നാലല്ലേ ഇത് തുറക്കാൻ കുറച്ച് സമയം എടുക്കും. നമുക്കിനി വണ്ടി അവിടെ കൊണ്ട് വെച്ചിട്ട് വരാം, ഇതിനെ കൊണ്ട് വെക്കാം. അയ്യോ, ഇവന്മാർ ഇന്ത്യ സ്റ്റൈലുള്ള ഏതൊരു സ്റ്റൈലാണ്, US സ്റ്റൈലാണ്. ഇപ്പുറത്തെ സൈഡിൽ റോഡ് വരുന്നുണ്ട്, ഇന്ത്യയൊക്കെ. നമുക്കവ അങ്ങനെ അവിടെ എത്തിയിട്ടാ. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ കൊണ്ടുവന്നതേ നമ്മുടെ KTM ഇരിക്കുന്നു. നൈസായിട്ട് കൊണ്ട് പാർക്ക് ചെയ്തേക്കാം. പാക്കട് പോട്ടെ. ഫാമിലിനൊന്നും വലിയ ഫാമിലി രമേശൻ സോറി മര്യാദക്ക് ഓടിക്കും. എന്താണിത്? ഓക്കെ സെറ്റ് ഇരിക്കാം. കുട്ടി അവിടെ നിർത്തിക്കോ. ഓക്കെ ബൈ. ഈ വണ്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ KTM എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ പോകണം. നമ്മുടെ കയ്യിലാകെ ഇപ്പോൾ KTM മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി വന്ന വീഡിയോസിലൊക്കെ നമ്മൾ പുതിയ വണ്ടി എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോവാം. പിന്നെ ഈ കാർ ഷോറൂം ഒരു റോബറി ചെയ്യുന്നുണ്ട്. അവിടെ നല്ല സൂപ്പറേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കാറൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് അതൊക്കെ റോബറി ചെയ്യാത്ത ഒരു ഞാൻ പറഞ്ഞില്ലേ BMW, അത് ഞാൻ റോബറി ചെയ്തതാണ്. അത് ഞാൻ കണ്ടന്റ് ഇട്ടില്ലെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ അയ്യോ വീട് കഴിഞ്ഞു പോയല്ല. ഇതാണ് നമ്മുടെ വീട്. ഓക്കെ കയറിക്കോ. ഓക്കെ കയറിക്കോ. ഇനി നല്ല ന്യൂ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ലിങ്ക്സൊക്കെ വിട്ടുതരാം കേട്ടോ. ഇന്നിപ്പോൾ വിടാൻ പറ്റില്ല. ഫുർഫുറി നഗറിൻ്റെ ഒരു ദിവസം ഞാൻ വിടും, പക്ഷെ ഇപ്പോൾ വിടാൻ പറ്റില്ല. ഇപ്പോഴേ ഇത് ഭയങ്കര ലെങ്ത്തുള്ള വീഡിയോ ഒക്കെ തന്നെയാണ്. പക്ഷേ വീഡിയോയുടെ ലെങ്ത്ത് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇത് നല്ല ലെങ്ത്തുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ വീഡിയോ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാനായി. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. എന്താണ് ആദ്യത്തെ വീഡിയോ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ. ഓക്കെ, ഇനി ഇങ്ങനെ കണ്ടൻറ്റൊക്കെ ഉണ്ടാകും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മറക്കരുത് കമൻ്റ് ഇട്, എന്താണ് ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഡിഫൻഡർ ഒന്ന് മോഡിഫൈഡൊക്കെ ചെയ്യുന്നതായിരിക്കും. ഡിഫൻഡർ അപ്പോൾ എന്താണ് പിന്നെ നമ്മുടെ പുതിയ വീടും നമ്മൾ എടുക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ അവിടെ ആയിരിക്കും താമസിക്കുന്നത്. അടുത്ത കണ്ടൻ്റല്ല, അതിൻ്റെ കുറച്ച് കണ്ടൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാറായി. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഒന്ന് നോക്കിയേ.